അപ്പൊ അവസാനം കൂടെ കയറി കൂടെ മുങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് അന്ത്യകർമ്മങ്ങൾ യഥാവിധി ചെയ്യുക എന്നുള്ളത്. പക്ഷേ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന നിന്റെ ചിട്ടയും സർവോപരി നാറിയുമായ നിന്റെ തന്തയുടെ ശവം കത്തിയ ചാരവും എല്ലും പൊടിയും ഈ മണൽത്തിട്ടയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരുപാട് മഹാന്മാരുടെ ശേഷക്രിയേറ്റു വാങ്ങി ഈ മണൽത്തിട്ട മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് ജന്മങ്ങൾ ജനിച്ചു ഭരിച്ചാലും തീണ്ടാപ്പാടകലാണ്. അതുകൊണ്ട് നീ പോയി കന്നിക്കൊണ്ടുള്ള തെങ്ങിൽ തടമിട്ടി ഈ ചാരമലട്ട് മൂട്. നീ പോടാ മോനെ ദിനേശ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം ഇരുകടാത്തൊരു വിളക്കിന് മുമ്പിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്ന ഒരാൾ മരണം. അയാൾക്കത് സംഭവിക്കുമ്പോൾ നീ കുടവുമായി ഇവിടെ വരും. അന്ന് ഞാനും ഉണ്ടാവും. ഇതിൽ ശേഷിക്കുന്നത് കടലിൽ കൊടുക്കാൻ. അല്ല, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം അല്ല, പറഞ്ഞപ്പോ ഒന്ന് തിരിച്ചങ്ങ് പറഞ്ഞു. സംഭവമൊന്നുമില്ല. ഇപ്പൊ വലിയൊരു സംഭവമായിട്ടല്ലോ. ഇന്നത്തെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും അവിയലും സാമ്പാറും എല്ലാം പോലെ ഒന്നും യോജിക്കാത്ത പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അത് ചെയ്യാനുള്ള വേദിയും അതാണ് ഞങ്ങളുടെ ചങ്കൂറ്റവും. ഒന്നും കൂടെ റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് സ്റ്റാർ മാജിക്. ഇതാണ് അമരത്തിലെ മമ്മൂക്കയുടെ ഏറ്റവും കയ്യടി മേടിച്ച സെന്റിമെന്റ് സീൻ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. നല്ലൊരു കയ്യടി കൊടുക്കാം. നല്ലൊരു അപ്ലാസ്. അതെ. ഇത് അമരൻ സിനിമയിലെ സീനല്ല ഞാൻ ചെയ്തത്. നമ്മുടെ കടപ്പുറത്ത് ഒരുപാട് മാലിന്യങ്ങൾ വരുമ്പോ തിര വന്നെടുത്തോണ്ട് പോകും. പക്ഷെ ഈ ഫ്ലോറിൽ മാലിന്യങ്ങൾ അടിച്ച് ചളി അടിച്ചു കഴിഞ്ഞാലേ അത് കോരിക്കൊണ്ട് കളയാൻ വേണ്ടി ഞാൻ തടുത്തു വന്നതാണ്. വിളിക്കുന്നതണ്ട ആര്? കടലമ്മയാണ്. കടലമ്മയല്ല, പ്രൊഡ്യൂസറാ വിളിക്കണേ. പരിപാടി നിർത്തിക്കോളാൻ. കടലമ്മയല്ലെന്നാ ആൾക്കാർ നമ്മളെ അമ്മയ്ക്ക് വിളിക്കുന്നത്. പോവാ. ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ കടൽ എപ്പിസോഡ് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു കടൽ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരും ട്രൈ ചെയ്യാത്ത നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എളിയ ട്രൈ. അതിന്റെ ഇടയിൽ പുതിയൊരു നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു പുതിയ അശോകൻ ചേട്ടൻ ഫ്രം അവർ സ്റ്റാർ മാജിക് ടീം. പക്ഷേ കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ. ആശോനല്ല, ആശോനല്ലേ? അമരത്തിലെ സുമേ. പത്താം ക്ലാസ് വെച്ചപ്പോ അച്ഛനും മകളും കടാപ്പുറം കഴിച്ചല്ലേ? ഞാനവിടെ ഉണ്ടായിരുന്നു മുമ്മാരെ നോക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു ഓൾ ടോട്ടലി ഒരു കടൽ തീമിൽ നമ്മുടെ ഇൻട്രോ? ഇഷ്ടായോ? സൂപ്പർ.